ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ഒപ്പാടെ വലിഞ്ഞു കയറി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച ഫുഡിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയയിൽ സമ്മർ ടൈമിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡുകളിലൊന്നാണ്. ഇതിൻ്റെ പേരാണ് നെങ്മ്യോൺ. അതായത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പിബിങ് നെമ്യോങ്, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ മുൾ നെമ്യോങ്. അപ്പോൾ പേര് കേട്ട ആരും പേടിക്കേണ്ട, സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. ഈ കാണുന്നതാണ് മുൾനെമ്മിങ്. മുൾനെമ്മിങ് എന്ന് പറഞ്ഞാൽ മുള്ള് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് കേട്ടോ കൊറിയൻ ലാംഗ്വേജിൽ അർത്ഥം. അപ്പോൾ വെള്ളത്തിലുള്ള നൂഡിൽസ് എന്നാണ്. പിന്നെ അതേപോലെ നമ്മൾ കൊറിയൻ പാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കിംചി പാൻ കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ചുടുചുട ആവിയിൽ പുഴുങ്ങി കിട്ടുന്ന മന്തു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മന്തു എന്ന് പറഞ്ഞാൽ കൊറിയൻ ലാംഗ്വേജിൽ ഡംപ്ലിങ്ങിനെ കേട്ടോ മന്തു എന്ന് പറയുന്നത്. അപ്പം ചുടുചുടെ പുഴുങ്ങിക്കൊണ്ട് വന്നത്, സ്റ്റീം ചെയ്ത് കൊണ്ടുവന്നത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊറിയക്കാർ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു അന്ധവിശ്വാസമുണ്ട്. അതായത് നമ്മൾ നൂഡിൽസ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല, കാരണം അത് നമ്മുടെ ആയുസിനെ കുറയ്ക്കും. ഇപ്പോഴത്തെ കൊറിയക്കാരൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ കൊറിയക്കാർ ആണെന്നുണ്ടെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി കേട്ടോ. പക്ഷേ ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത കാരണം ഞാൻ നൂഡിൽസിന് അറഞ്ചം പുറഞ്ചം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ. അപ്പം ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ പിബിങ് നെമ്യോ എന്ന് പറയുന്നത്. ഈ പിബിം എന്ന് പറഞ്ഞാൽ ഇളക്കിയിട്ട് കഴിക്കുന്ന സാധനം. അപ്പോൾ ഈ പിബിങ് നെമ്യോ എന്നൊക്കെ പറയുന്നത്, ഈ പിബിം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇളക്കിയിട്ട് കഴിക്കുന്ന എന്നൊരു മീനിങ് ആണ്. അപ്പം ഞാൻ ഇളക്കി കുറേ ഇളക്കി എന്ന് പറഞ്ഞിട്ട് തീരുന്നുമില്ല കേട്ടോ ഇളക്കിയിട്ട്. അങ്ങനെ അവസാനം ഇളക്കി ഞാൻ എൻ്റെ കൈയെല്ലാം ക്ഷീണിച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കി. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് ഈ തണുത്ത ഈ നൂഡിൽസ് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സമ്മർ ടൈമിൽ എവിടെ പോയാലും ഞാൻ ഈ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഒപ്പം ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞാൽ മുൾനെമ്മിയങ്ങനായിരുന്നു. അത് എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നാലും ഒപ്പൊക്കെ അത് ഇഷ്ടം ഉള്ളത് കാരണം തന്നെ ഞാൻ അതിൽ നിന്ന് ഇത്തിരി വെള്ളത്തിൽ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത കിംചി പാൻ കേക്ക്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ നല്ല മീറ്റിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കഴിച്ചില്ലായിരുന്നു. ഒപ്പൊക്കെ കഴിച്ചിട്ടോ. ഒപ്പ പറഞ്ഞു ഒപ്പാക്ക് അത് സ്മെല്ല് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് സ്മെല്ല് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചില്ല. പിന്നെ ഡംപ്ലിങ് അടിപൊളി ടേസ്റ്റായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ അതിനുള്ളിൽ നല്ല മീറ്റ്, അടിപൊളി ടേസ്റ്റായിരുന്നു. അതേപോലെ തന്നെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിരുന്നു. ഉണ്ടാക്കുന്ന പോലത്തെ അതേ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒപ്പാടെ ഫുഡ് കഴിക്കുന്നത് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.